ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഏത് വെള്ള ചെന്നായ് ഇനത്തെയാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ അടുത്തിടെ പുനഃസൃഷ്ടിച്ചത്? അത് ഡയർ വൂൾഫ് എന്നാണ് പേര്, ഡയർ വൂൾഫ്. അപ്പോൾ US ബയോടെക്നിക് കമ്പനിയായ കൊളോസർ ബയോസയൻസ് ആണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. റോമുലസ് റീമസ് എന്ന 2 ആൺചെന്നായ്ക്കളുടെ പിറവി 2024 ഒക്ടോബറിലും ഖലീസ എന്ന പെൺചെന്നായുടേത് ഈ വർഷം ജനുവരിയിലും ആയിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന വെബ് സീരീസിലൂടെ പ്രശസ്തയായിട്ടുള്ള ജീവിയാണ് വയർ വൂൾഫ്. വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ എത്തിക്കാനുള്ള ഡി എക്സ്റ്റൻഷൻ ഗവേഷണ മേഖലയിലെ നിർണായകമായ കാൽവെപ്പാണ് ഈ പുനഃസൃഷ്ടി എന്നുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ പകര ചുങ്കം എത്ര ശതമാനമാണ്? അത് 26%. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ പകര ചുങ്കം എത്ര ശതമാനമാണ്? 26%. ചൈന 145, യൂറോപ്യൻ യൂണിയൻ 20, ദക്ഷിണ കൊറിയ 25, ജപ്പാൻ 24, തായ്വാൻ 32% എന്ന തോതിലാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ കുറയ്ക്കാൻ അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടും ഉണ്ട്. നെക്സ്റ്റ്, ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് ആസ്ഥാനമായുള്ള റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി ഫോർ ജേർണലിസത്തിൻ്റെ ഡയറക്ടറായി നിയമിതയായിട്ടുള്ള ഇന്ത്യൻ മാധ്യമ പ്രവർത്തക ആരാണ്? അത് മിതാലി മുഖർജിയാണ്. മിതാലി മുഖർജി. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് ആസ്ഥാനമായുള്ള റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി ഫോർ ജേർണലിസത്തിൻ്റെ ഡയറക്ടർ മിതാലി മുഖർജി. അടുത്തത്, 10 ലക്ഷം പേർക്ക് എത്ര ജഡ്ജിമാർ എന്ന കണക്കാണ് രാജ്യത്ത് നിലവിലുള്ളത്? 15. 10 ലക്ഷം പേർക്ക് 15 ജഡ്ജിമാർ. 2025 ഈ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്ക് വരുന്നത്. അടുത്ത് 10 ലക്ഷം പേർക്ക് 50 ജഡ്ജിമാരാണ് വേണ്ടതെന്നാണ് നിയമ കമ്മീഷൻ്റെ ശുപാർശ എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ബ്രസീലിൽ നടക്കുന്ന 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ രാഷ്ട്ര നേതാക്കൾക്കൊപ്പം ഗോത്രവർഗ നേതാക്കൾക്കും തുല്യ അധികാരം, അതായത് ആദിവാസികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ഞങ്ങളുടെ ഭാവി വിൽപ്പനയ്ക്കില്ല. അവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഫോർ സെയിൽ എന്നാണ്. അവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഫോർ സെയിൽ. ഞങ്ങളുടെ ഭാവി വിൽപ്പനയ്ക്കില്ല, ഞങ്ങളുടെ ഭാവി വിൽപ്പനയ്ക്കില്ല എന്നാണ്. ഈ ആവശ്യമുന്നയിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന പ്രക്ഷോഭത്തിൽ ബ്രസീലിനെയും തെക്കേ അമേരിക്കയെയും ഓഷ്യാനയിലെയും 8,000-ഓളം ആദിവാസികളാണ് ഇതിൽ പങ്കെടുത്തത്. നെക്സ്റ്റ്, കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ്? എം ജോവാന ജുവൽ. കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 22-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ മലയാളി വനിതയാണ് എം ജോവാന ജുവൽ. അപ്പം സ്മൈലി ഡേ എന്ന പദ്ധതിയിലൂടെ ആർത്തവാരോഗ്യം, ശുചിത്വം, ഗോത്ര സമൂഹത്തിലെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം തുടങ്ങിയവയ്ക്കാണ് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 22-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ മലയാളിയാണ് ജോവാന ജുവൽ. ഇവർ മാനന്തവാടി സ്വദേശിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ 150ാം വാർഷികമാണ് 2025 ഏപ്രിൽ 10 ആഘോഷിച്ചത്? അത് ആര്യ സമാജത്തിൻ്റെതാണ്. ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ 150ാം വാർഷികം 2025 ഏപ്രിൽ 10 ആഘോഷിച്ചു? ആര്യ സമാജമാണ്. 1875 ഏപ്രിൽ 10 മുംബൈയിലെ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളെ US നിന്ന് ഇന്ത്യയിലെത്തിച്ചു. പേരാണ് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ്. 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളെ US നിന്ന് ഇന്ത്യയിലെത്തിച്ചു. പേര് തഹാവൂർ ഹുസൈൻ റാണ. കനേഡിയൻ പൗരത്വമുള്ള പാക് വംശജനായ റാണ 17 വർഷം ദീർഘിച്ച നിയമവ്യവഹാരങ്ങൾക്കൊടുവിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ത്യയിലെത്തിച്ചത്. കടൽ വഴി വന്ന 10 പാക് ഭീകരന്മാർ നടത്തിയ ആക്രമണത്തിൽ
25 വിദേശികൾ ഉൾപ്പെടെ 166 പേരെന്ന് കൊല്ലപ്പെട്ടിരുന്നു. നെക്സ്റ്റ് ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥക നർത്തകിയും നൃത്ത സംവിധായകയുമായ വനിതയുടെ പേരെന്താണ് എന്നാണ്. കുമുദിനി ലാഖിയ. 95 വയസ്സുണ്ടായിരുന്നു. കുമുദിനി ലാഖിയ എന്നാണ് പേര്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥക നർത്തകിയും നൃത്ത സംവിധായകയുമാണ് കുമുദിനി ലാഖിയ. അഹമ്മദാബാദിലെ കദംബ് സെൻറ്റർ ഫോർ ഡാൻസിൻ്റെ സ്ഥാപകയാണ്. അടുത്ത ചോദ്യം, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാരിപ്പള്ളി രാമയ്യ. രാജ്യം പത്മശ്രീ നൽകിയ തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ അന്തരിച്ചു. പേരാണ് ദാരിപ്പള്ളി രാമയ്യ. വനവൽക്കരണത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം വനജീവി രാമയ്യ എന്നും അറിയപ്പെടുന്നുണ്ട്. രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമായത് ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഗവർണറുടെയോ രാഷ്ട്രപതിയോ ഒപ്പില്ലാതെ ബില്ല് നിയമമായത് തമിഴ്നാട്ടിലാണ്. ഗവർണർ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിക്ക് അയച്ചു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 10 ബില്ലുകളും സുപ്രീം കോടതി അംഗീകരിച്ചതോടുകൂടിയാണ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായിട്ട് സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നെക്സ്റ്റ്, സായുധ സേനയിലെ പർപ്പിൾ ഓഫീസർമാരുടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. ആരാണ് ഈ പർപ്പിൾ ഓഫീസർമാർ? കര, നാവിക, വ്യോമസേനകളുടെ സംയോജിത പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഈ പർപ്പിൾ ഓഫീസർമാർ. കര, നാവിക, വ്യോമസേനകളുടെ സംയോജിത പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഇവർ. അടുത്തത്, കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുക്കളുടെ ആയുധങ്ങളെ നിമിഷങ്ങൾക്കകം തകർക്കുന്ന ലേസർ അധിഷ്ഠിത സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇതിൻ്റെ പേരാണ് MK2 എന്നാണ്. MK2 അതായത് ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നാണ്. അത് DRDO ആണ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. US, ചൈന, റഷ്യ എന്നിവയ്ക്ക് ശേഷം ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ചൈന ഭരണത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഹോങ്കോങ്ങിലെ അവസാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചു. ഈ കക്ഷിയുടെ പേരെന്താണ്? അത് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. 1994 രൂപം കൊണ്ട പാർട്ടി പിരിച്ചുവിടാനാണ് തീരുമാനം. 156 വർഷം നീണ്ട ഒരു വാഴ്ചയ്ക്ക് ശേഷം 97 ജൂലൈ 1 ബ്രിട്ടൻ ഹോങ്കോങ് ചൈനയ്ക്ക് വിട്ടു നൽകിയത്. ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് ഇപ്പോൾ നിലവിലുള്ള ഹോങ്കോങ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഭരണത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഹോങ്കോങ്ങിലെ അവസാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചു. ഈ കക്ഷിയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് സ്കൂളുകളിൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം 2026-27 അധ്യയന വർഷം മുതൽ എത്ര വയസ്സാണ് നിശ്ചയിച്ചത്? 6 വയസ്സാണ്. 2026-27 അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് സ്കൂൾ 1ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി ആരാണ്? മാരിയോ വർഗാസ് യോസ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തിയാണ് മാരിയോ വർഗാസ് യോസ. വ്യക്തിയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും കലാപത്തിൻ്റെയും തോൽവിയുടെയും തീക്ഷ്ണമായ ബിംബങ്ങൾ ചിത്രീകരിച്ച പെറുവിയൻ എഴുത്തുകാരനായ യോസ്കായിരുന്നു 2010 സാഹിത്യ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇനി 1990 പെറു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം ആൽബർട്ടോ ഫ്യൂജിമോറോ ആണ് പരാജയപ്പെട്ടത്. അടുത്ത ചോദ്യം, 23ാമത് നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? ദിനേശ് മഹേശ്വരിയാണ്. 23ാമത് നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായതാണ് ദിനേശ് മഹേശ്വരി ആണ്. ഹിതേഷ് ജെയിൻ, പ്രൊഫസർ DP വർമ്മ എന്നിവരെ അംഗങ്ങളായും നിയമിച്ചു. ദിനേശ് മഹേശ്വരി സുപ്രീം കോടതി മുൻ ജഡ്ജി ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.